ഗൈസ് അങ്ങനെ 2 ആഴ്ചത്തെ അടിച്ചുപൊളിക്ക് ശേഷം ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോവാണ് ഗൈസ്. അതിന് മുന്നേ അവിടെ നിന്ന് കുറയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടേ കരുതിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. എനിക്ക് എക്സാംസ് ആണ് ഗൈസ്. അപ്പോൾ ഇനി ഉറക്കമില്ലാണ്ടിരുന്ന് പഠിക്കണം. അപ്പം മനസ്സില്ലാതെ ഞങ്ങൾ എന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. എനിക്ക് ഫുൾ പ്രിൻസസ് ട്രീറ്റ്മെൻ്റ് ആണ് ഗൈസ്. എൻ്റെ മമ്മയും അനിയനും കൂടെ എൻ്റെ ബാഗെല്ലാം ചുമന്നോളൂ. എന്ത് ചെയ്യാനോ, ഫാൻസിലൊക്കെ എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ കയറിയപ്പോഴാണ് ട്രെയിനിലൊരു ഷുട്ടുമണീനെ കിട്ടിയത്. അപ്പോൾ എൻ്റെ ജാൻമണി എൻ്റെ ഷുട്ടുമണീനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡായിട്ട് ഞാൻ ഷവർമ വലിയ ഷവർമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു ഗൈസ്. നല്ല സോസി ആൻഡ് ലേസൊക്കെ വെച്ചിട്ട് സംഭവം കിടിലം സംഭവമായിരുന്നു. പക്ഷേ എനിക്ക് വല്ലാണ്ട് അങ്ങ് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചിട്ട് പിന്നെ അവൾക്ക് കൊടുത്തു. അവൾ പിന്നെ ബാക്കി കഴിച്ചു. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ സൈഡ് സീറ്റ് കിട്ടിയപ്പോൾ ഞാൻ നൈസായിട്ട് അവിടെ കയറിയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കാറ്റൊക്കെ കൊണ്ട് കുറച്ചിങ്ങനെ ചില്ലൊക്കെ ചെയ്ത് ഞാനങ്ങ് ഇരുന്നു ഗൈസ്. എൻ്റെ മറ്റേ അപ്പുറത്തെ സീറ്റിലുണ്ടായിരുന്നു. അതവിടെ ഏത് നേരം ഫുഡ് എന്നൊരു വിചാരമേ ഉള്ളൂ. ഇത്രയും കഴിച്ച് കഴിഞ്ഞിട്ട് ഓറഞ്ചും പിടിച്ചിരിക്കണമുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പിന്നെ സൈഡിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഒന്ന് ചില്ലൊക്കെ ചെയ്തിട്ട് പിന്നെ പയ്യങ്ങ് കിടന്നുറങ്ങാനായിട്ട് കയറി. അങ്ങനെ നമ്മൾ രാവിലെ ആയപ്പോൾ ബാംഗ്ലൂർ എത്തി. ബാക്ക് ടു റിയാലിറ്റി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.